സക്കര അല്പം നീരസത്തോടെ ഒരു സിഗരറ്റ് വലിക്കാനായിട്ട് വീടിന്റെ പുറകിലേക്ക് ചെല്ലുന്നു. അപ്പൊ അവിടെ ട്യൂഷൻ സാർ പുഷ്പരാജ് മുറ്റത്തുണ്ടായിരുന്ന ചെടിച്ചട്ടികളുടെ എന്തോ തിരയുന്നത് കാണുന്നു. അപ്പൊ സക്കര നീ ഇവിടെ എന്തെടുക്കാണെന്ന് ചോദിച്ചപ്പോൾ പുഷ്പരാജ് പെട്ടെന്ന് പരിഭ്രമത്തോടെ അവിടെ ഉണ്ടായിരുന്ന പൈപ്പ് ചൂണ്ടിക്കാണിച്ചിട്ട് വെള്ളം കുടിക്കാൻ വന്നാണെന്ന് പറഞ്ഞ് ആ പൈപ്പിൽ നിന്നും വെള്ളം കുടിച്ചിട്ട് പോകുന്നു. അവൻ പോകുന്നത് സക്കര സംശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് കുട്ടികളുടെ സംസ്കാരം നടക്കുന്നതിനിടയിൽ പുഷ്പരാജ് സെമിത്തേരിയിൽ നിന്ന് പതുക്കെ വലിയുന്നത് കണ്ട സക്കര സംശയം തോന്നി പുഷ്പരാജിനെ ഫോളോ ചെയ്യുന്നു. പുഷ്പരാജ് പോയത് ഷൺമുഖത്തിന്റെ വീട്ടിലേക്ക് തന്നെയായിരുന്നു. എന്നിട്ട് ആദ്യം അവൻ എന്തോ തിരഞ്ഞുകൊണ്ടിരുന്ന ആ ചെടിച്ചട്ടികൾക്കിടയിൽ വീണ്ടും തിരിയുന്നു. അവനെ ഫോളോ ചെയ്ത് വന്ന സക്കര വീടിന് സൈഡിൽ മറഞ്ഞു നിന്നത് നോക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് സക്കരയുടെ ഫോൺ അടിക്കുന്നു. അത് കേട്ട് പേടിച്ച പുഷ്പരാജ് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. സക്കര പുഷ്പരാജിന് പുറകെ നിൽക്കാൻ പറഞ്ഞ് ഓടിച്ചെന്നെങ്കിലും പുഷ്പരാജ് ഏതൊക്കെയോ വഴികളിലൂടെ ഓടി പിന്നീട് അവന്റെ ബൈക്ക് എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പുറകെ വന്ന സക്കരയ്ക്ക് അവന് കിട്ടിയില്ല. സക്കര ഉടനെ കോൺസ്റ്റബിളിനെ വിളിച്ച് പുഷ്പരാജിന്റെ ബൈക്കിന്റെ നമ്പറും കളറും പറഞ്ഞ് എത്രയും പെട്ടെന്ന് അവനെ പൊക്കണമെന്ന് പറയുന്നു. എന്നിട്ട് തിരിച്ച് ഷൺമുഖത്തിന്റെ വീട്ടിലേക്ക് തന്നെ ചെന്ന് പുഷ്പരാജ് എന്താണ് അവിടെ തിരഞ്ഞുകൊണ്ടിരുന്നത് എന്ന് നോക്കുന്നു. അവിടെ അവന് കമിഴ്ത്തി വെച്ച ഒരു ചെടിച്ചട്ടിയുടെ അടിയിൽ നിന്നും ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ നിലയിൽ ഒരു മൊബൈൽ കിട്ടുന്നു. ആ മൊബൈലായിരുന്നു പുഷ്പരാജ് തിരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ആരുടെയാണ് ആ മൊബൈൽ? എന്തിനാണ് പുഷ്പരാജ് അത് അവിടെ തിരഞ്ഞുകൊണ്ടിരുന്നത്? പുഷ്പരാജിനെ സംബന്ധിക്കുന്ന എന്ത് ഡീറ്റെയിൽസ് ആണ് അതിലുള്ളത്? ഇതെല്ലാം അറിയാൻ ഈ തമിഴ് ക്രൈം ത്രില്ലർ സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡിന്റെ മുഴുവൻ കഥ നമ്മുടെ ചാനലിലുണ്ട്. കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ.